ഞാൻ ഇങ്ങനെ ആക്കിയതേ ഉള്ളൂ. ഇവിടെ കയറി ഉള്ളതെല്ലാം നശിപ്പിക്കാനാണ് ഞാൻ. അവിടെ പൈസ കൊടുത്ത് വാങ്ങിച്ചല്ലേ? ഇല്ലാത്ത പൈസ ഇവിടെ സാധനങ്ങൾ വാങ്ങിച്ചത് നിനക്കൊന്നും കയറി കളിക്കാനല്ല, എനിക്ക് കളിക്കാനാ. സാധനങ്ങൾ വാങ്ങിച്ചത് നിനക്കൊന്നും കയറി കളിക്കാനല്ല, എനിക്ക് കളിക്കാനാ. മകളെ ശിവ, വാടി നമുക്ക് ബൾബ് കത്തിച്ച് ചോദിക്കാം. വാ. അത് അച്ഛനെ കളിക്കാനുള്ള സാധനമില്ല, ഞാൻ പോയിരുന്നു പഠിക്കിട്ട്. എന്നെ എന്തിനാ ഇതൊക്കെ കാണിക്കുന്നത്? എടി മോളെ, നീ ഒന്ന് സഹിക്ക്. എല്ലാ വേദനയും നെഞ്ചിലൊതുക്കി അവൻ നിൽക്കണം കണ്ടില്ലേ? നിനക്കറിയോ ഞാൻ ആരാണ്? നിനക്കറിയോ? എന്താണ് മോങ്ങുന്നത്? എടി മോങ്ങുന്ന എന്താണെന്ന് അമ്മൂമ്മ, അവള് കരയണോണ്ട് എനിക്ക് നിൽക്കാൻ പറ്റില്ലാട്ടാ. നീ എന്താ ചെയ്യും? ഞാനും കരയും. ആണും പെണ്ണും കെട്ടവനെ, നിനക്ക് ജോലി ഉണ്ടോടാ? കൂലി ഉണ്ടോടാ? നിനക്ക് തലക്ക് വെളുവെങ്കിലും ഉണ്ടോടാ? നിനക്ക് പൊറപ്പിക്കാടാ നിന്നെ. അച്ഛന് ജോലിയും കൂലിയും ഉണ്ടായിട്ടാണ് അമ്മേനെ കല്യാണം കഴിച്ചത്. നീ മറുപടി കൊടുക്കോടാ, നീ മറുപടി കൊടുക്കും. നീ ഒന്ന് ഓർത്തോ, എന്റെയോ നീലുവിന്റെ പേരുള്ള ഒരു സെന്റ് സ്ഥലം പോലും നിനക്ക് ഞാൻ തരൂല. അതിന് നിങ്ങളുടെ പേര് വസ്തുവൊന്നും ഇല്ലല്ലോ. അണ്ണാ എന്തൊരു പാലം ഉണ്ടായത്? എന്താടാ അണ്ണാ ഈ ടേപ്പർ കടന്ന് നോക്കിയാണ്. ടേപ്പർ കടന്ന് നോക്കിയാണ്. നോക്കി പൈസ കൊണ്ട് തരുന്നുണ്ടോ കൈ? ആ കാര്യത്തിൽ ബാലുവിനെ സമ്മതിക്കണം അമ്മ. കിട്ടണം പൈസ അങ്ങനെ തന്നെ എന്റെ കൈ കൊണ്ട് ആണ്. എന്നിട്ട് അങ്ങനെ തന്നെ അമ്മയുടെ മേടിച്ചോണ്ട് പോവുകയും ചെയ്യും. ജിമ്മിനൊന്നും കിട്ടില്ല. ആ അത് പറയാൻ പറഞ്ഞു. ജിമ്മി എന്നാണ് പട്ടിയുടെ പേര്. എന്തൊരു അൻസറിന് നിന്നങ്ങോട്ട് അൻസറിനടാ. അങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് വരാൻ ഇങ്ങോട്ട് പറയും. പടവലത്ത് പോകാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോകും. മോള് വിഷമിക്കണ്ട കേട്ടോ. ഈ അനുജൻ പഠിച്ച് വലിയൊരാളാവുമ്പോ മോൾക്കൊരു സ്കൂട്ടറല്ല വലിയൊരു കാർ തന്നെ മേടിച്ചു തരും. ഉത്സവപ്പുറമേന്ന് ബലൂൺ വെക്കുന്ന ആൾക്കാരുടെ കയ്യിൽ കുറെ കാർഡുകൾ. എന്താടി നോക്കി പേടിപ്പിക്കണേ? നിന്നെ ചന്ത നോക്കുക ചാകിരി തലേ. എടി നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു നിന്നെ അങ്ങനെ വിളിക്കായിരുന്നു. ചകിരിത്തല നിന്റെ അച്ഛൻ. ഓഫീസിൽ നിന്ന് വന്ന ഉടനെ അടുക്കളയ്ക്ക് ജോലിക്ക് അറിയാ? അടുക്കളയിലെ പണി കഴിഞ്ഞിട്ട് ഓഫീസിലെ കുറെ ഫയലുണ്ട് കേട്ടോ, അത് നോക്കണം. ഫയലാ? അപ്പൊ ഇന്ന് ഫയലിലാ കിടന്നുറങ്ങണത്? സത്യം പറഞ്ഞോ? പെട്ടല്ല, സത്യം പറ. വിഷ്ണുവേ മുനിങ്ങി വന്നേ. എന്താ അമ്മേ? ആരാ ടയർ കുത്തി പൊട്ടിച്ചേ? പറയടാ, ആരാ കുത്തി പൊട്ടിച്ചത്? ഞാനാമേ. അമ്മ എനിക്കില്ലേ കട്ടൻ ചായ? കൊച്ചുകുട്ടികളെ കട്ടൻ ചായ കുടിച്ച് ശീലിക്കണ നല്ല കാര്യമല്ല. അപ്പൊ ഇവൻ കുടിക്കുന്നോ? അവൻ കൊച്ചല്ലോ, അവൻ കിളവനല്ലേ. അമ്മ കിടക്കുവാണോ? ഇല്ല, തലേ കുത്തി നിൽക്കുക. അമ്മയ്ക്കിപ്പോ എങ്ങനെയുണ്ട്? കുറവുണ്ടോ? എന്ത് തലേ കുത്തി നിന്നിട്ടാ? അല്ല അമ്മയുടെ വയ്യായ. നീ അവിടെ പൊരിക്കരുന്ന് ഇത്ര നേരം? ഞാൻ പുറത്തു പോയത്. ആരുടെ പുറത്ത്? കഴുതപ്പുറത്താ? അല്ല അമ്മ, ഫ്രണ്ടിന്റെ അടുത്ത് പോയതാ. അമ്മ ഇന്ന് ഓഫീസിലൊന്നും പോണല്ലേ? ആ പോണ്ട്. ഇപ്പൊ ആംബുലൻസ് വരും, അതിലങ്ങ് പോവും. ആംബുലൻസാ? അപ്പൊ അമ്മ ഹോസ്പിറ്റലിൽ പോയിട്ടാണ് ഓഫീസിൽ പോണേ? 108 അമ്മ വിളിച്ചേ? ഇല്ല, 109. എന്നാച്ചാ അമ്മയുടെ നെറ്റിയിലൊട്ടിക്കാൻ? നെറ്റിയിൽ നനച്ചൊട്ടിക്കാൻ തുണിയാണ് ചോദിച്ചത്. അല്ല നിന്റെ അപ്പൂപ്പൻ പടവലം കുട്ടമ്പിളരെ കോണല്ല എടുത്തോണ്ട് വരാൻ പറഞ്ഞു.
വിജയന്റെ ഷോ എടാ ഫാൻ ഷോ വെളുപ്പിനല്ലേ ആ അതിന് ഞാൻ വരാം അത് സീനില്ല അത് കുഴപ്പമൊന്നുമില്ല ദേ പിന്നെ ആരോട് ഞാൻ പറഞ്ഞ ആരും പറയണ്ട പ്രത്യേകിച്ച് എൻ്റെ അമ്മയോട് ആ ഞാൻ വന്നോളാം ഓക്കെ ശരി വെക്ക് അമ്മയോട് Music. ഇല്ല നിന്നെ കൊണ്ട് തന്നെ നിന്നെ കഴിവ് പഠിപ്പിക്കും ഞാനിന്ന്. ഞാനെന്താ രമണനാ 24 മണിക്കൂർ അലക്കന്ന് പറയാനായിട്ട്. രമണനായിരുന്നു നിന്റെ അച്ഛൻ്റെ അനിയനാ. നിന്നെ ചേച്ചിയുടെ പുതിയ കണ്ടുപിടുത്തം നൂല് വെച്ച് ചവിട്ടി. ആഹാ ഇന്നെ എടുത്തിട്ട് ചവിട്ടാലോ. ആരെ ചവിട്ടിയേ? അങ്ങനെ വെറുതെ മോഹിപ്പിച്ചു. നീ കാശ് കൊടുത്ത് മേടിച്ച വണ്ടിയല്ലോ, അതിന് അച്ഛൻ കാശ് കൊടുത്ത് മേടിച്ച വണ്ടിയാ. അച്ഛൻ കാശ് കൊടുത്ത് മേടിച്ച വണ്ടി ഒറ്റക്ക് ഓടിച്ചോണ്ട് പാടി. ആ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഓടിച്ചോണ്ട് പോകും. എന്തിയേ നീ ഓടി വെള്ളി മോങ്ങ നീ ചപ്പുറത്തല്ല അച്ഛൻ. പൈസന് ചക്രം എന്ന് വിളിക്കാൻ കാരണം എന്താ അറിയോ? അതിങ്ങനെ ഇരുന്ന് കറങ്ങിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ നിന്റെ കയ്യിലിരിക്കണ ചക്രം നാളെ എന്റെ വരും, മറ്റന്നാളെ അച്ഛൻ്റെ കയ്യിൽ പോവും. മറ്റന്നാ തരൂടാ. കവറിലെന്തുവാ? എന്ത് കവറിലെന്തോ? തുറന്നു നോക്കാതെ പറ കവറിൽ എന്താണ്, എന്താണ് തൊട്ട് നോക്കാതെ പറ കവറിൽ എന്താണ്. ഞാൻ പറയട്ടാ കേശ് പറ. ഭയങ്കര സന്തോഷം. അല്ല അല്ലെങ്കിൽ ഇവിടെ ആർക്കും എന്നെ ഒരു വിലയില്ലല്ലോ. അതെ വിലയില്ല. കമ്പനിയുടെ MD മാനേജിംഗ് ഡയറക്ടർ എന്നെ വിളിച്ച് എന്താ പറഞ്ഞോന്നറിയോ? വെൽഡൺ വിഷ്ണു ബാലചന്ദ്രൻ തമ്പി, വെൽഡൺ. കള്ള് അച്ഛനെ വിളിക്കുമ്പോളെ അയ്യോ അച്ഛനെ ഇവിടെ ഇല്ല. അമ്മാ ഇതാരൊക്കെ വന്നേക്കുന്നേ നോക്കുമ്പോ. ആരാടാ? അപ്പൂപ്പനാടാ? ആ ഏകദേശം ഒരു അപ്പൂപ്പ ക്രിസ്മസ് അപ്പൂപ്പോയി. ഒരു കാക്കന്റെ തൂവലെടുത്തുണ്ടോ? എന്തൊരു കാക്കത്തൂലി? അരി കഴുകാൻ ഉണക്ക് കിടൂലേ ഇങ്ങനെ, അപ്പൊ ഈ കാക്കത്തൂവൽ ഇങ്ങനെ കുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ കാക്കയൊന്നും വരില്ല. ആണോ? അത് ഞാൻ എപ്പോഴും അവിടെ ഇല്ലേ പറന്നോണ കാക്കടേന്നല്ല എടുക്കാൻ പറ, പറന്നോണ കാക്കടേന്നല്ല എടുക്കാൻ പറ. നല്ല വള്ളി കൊള്ളാലോ. ഇതെവിടുത്തെ നിന്റെ നിക്കറിന്റെ നിന്റെ പാവാണ്. അതെ അമ്മ ഒന്ന് അച്ഛനോട് പറയണം, ഈ വർക്ക് എന്ന് പറഞ്ഞ് നടക്കാതെ ഒന്ന് ആരോഗ്യമൊക്കെ നോക്കി ലൈഫിൽ ഒരു എൻജോയ്മെന്റ് ഒക്കെ വേണ്ടേ? അയ്യോ ചേച്ചി, അച്ഛന് ഫുൾ ടൈം എൻജോയ്മെന്റ്. വർക്കൊക്കെ വല്ലപ്പോഴേ കിട്ടത്തുള്ളൂ. ഉണ്ടായി അച്ഛന് വർക്ക് കഴിഞ്ഞിട്ടുള്ളൂ എൻജോയ്മെന്റ്. പറയണ ബസ്സിലേട്ട് ലുലു പോയിട്ട് ഷോപ്പിംഗ് ചെയ്ത് മറക്കാൻ പോവാ. വായി നോക്കാൻ പോവല്ലേ? ഈ പറയണ ആളും അങ്ങോട്ട് പോണത് ഈ വായി നോക്കാൻ തന്നെയല്ലേ? കേശുവേ നമ്മൾ കഴിഞ്ഞ തവണ ലുലു പോയിട്ട് എത്ര രൂപയ്ക്കാ ഷോപ്പിംഗ് ചെയ്തെന്ന് പറഞ്ഞത്? ഇത്ര നേരം ചേച്ചിയല്ലേ പറഞ്ഞു, അപ്പൊ ബാക്കിയും ചേച്ചി കുറ. പണ്ട് ഞാനും എൻ്റെ കസിൻസും കൂടെ ഞങ്ങള് നിങ്ങളുടെ അച്ഛൻ്റെ വീട്ടിൽ പോയി നിൽക്കുമായിരുന്നു. അന്ന് നിങ്ങളുടെ അച്ഛൻ എന്തൊക്കെ ചെയ്യുമായിരുന്നു എന്നറിയോ? എന്തൊക്കെ ചെയ്യുമായിരുന്നു? കുളത്തില് ഡൈവ് ചെയ്യും, മരത്തിന്റെ മുകളിൽ ചാടിക്കേറും. അതൊക്കെ ജന്മവാസന. അന്ന് നിങ്ങളുടെ അച്ഛൻ നല്ലൊരു ഹീറോ ആയിരുന്നു. ഇപ്പൊ സീറോ ആയി. ആന്റി ആയിരുന്നെങ്കിലോ ഞങ്ങളുടെ അമ്മ വായിക്ക് വെച്ചായിട്ട് വല്ല കഴിക്കാവായിരുന്നു. ആന്റി അച്ഛനെ കല്യാണം കഴിക്കാൻ ഇനി വല്ല വഴി ഉണ്ടോ? ഇടി പൊട്ടോ. എന്റെ ശവം കത്തിക്കണ്ട, കുഴിച്ചിട്ടാ മതി. എന്റെ ശവം കത്തിക്കണ്ട, കുഴിച്ചിട്ടാ മതി. പൂർണിമ എത്ര ദിവസം വേണമെങ്കിലും ഇവിടെ നിന്നോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. സോറി ചേച്ചി, എനിക്ക് പോയേ പറ്റൂ, അതുകൊണ്ട്. അയ്യോ അങ്ങനെ പറയല്ലേ. ഞാൻ റെഡി പറയാം. അമ്മയെ നമുക്ക് ലണ്ടനിലോട്ട് ഇട്ടിട്ട് ആന്റി ഇവിടെ ഇരിക്കേ. എന്നാ ശരി, നീ പോണില്ലേ? നീ പോണ്ട. ഇത് പട്ടിക്കങ്ങ് പോവാൻ വേണ്ട, എന്നാ പോവാൻ വേണം. പോടി
നിനക്ക് ഈ പഴഞ്ചൊല്ലി ആരാടാ പറഞ്ഞെന്നെ? ഇതിപ്പോ ഞാൻ ഉണ്ടാക്കിയ പഴഞ്ഞല്ലോ, വേണമെങ്കിൽ എഴുതി വെച്ചോ. ആ എടി എഴുതിയിട്, എന്നിട്ട് നിന്റെ അച്ഛനെ കൊണ്ടുപോകും. തെറ്റാക്കി പവർ വേണ്ട.